ഗുഡ് ഈവനിങ്. കേസ് എല്ലാവരും ഉഷാറാണല്ലോ എക്സാം എഴുതാനായിട്ട്? എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ വേഗം എല്ലാവരും പാരൻസിന് വേഗം വിളിച്ചടുത്തിരുത്തി എല്ലാവരും അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കുക. പാരൻസിന് വേഗം വിളിച്ചടുത്തിരുത്തുക. പാരന്റ് നിർബന്ധമായിട്ടും കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ബുക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണണം, രണ്ട് കൈകളും സ്ക്രീനിൽ കാണണം. വേഗമാവട്ടെ, അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കി വേഗം എല്ലാവരും പാരൻസിന് എത്രയും പെട്ടെന്ന് വിളിച്ച്. പാരന്റ് ഇല്ലാത്തവർ വേഗം വിളിച്ചിരുത്തിക്കോ. വേഗമാവട്ടെ വേഗമാവട്ടെ. ആദിദേവ്, പിന്നെ ആരൊക്കെ സാറേ? ആദർശ്, അക്ഷയ്, നിരഞ്ജൻ, വേഗം വിളിക്കും മക്കളെ. ഇപ്പോഴാണ് വായിച്ചോണ്ടിരിക്കുന്നത് ബുക്ക് അല്ലേ? എക്സാമിന് മുമ്പ് ഇനി ആരും ബുക്ക് വായിക്കണ്ട. വേഗം ബുക്ക് അടച്ചു വെച്ചോട്ടാ. എരിക്കേ വേഗം അടച്ചു വെച്ചോ. എല്ലാവരും ബുക്ക് അടച്ചു വെച്ചോ. ഇനി ആരും വായിക്കണ്ട. ഇത് നേരത്തെ പഠിക്കേണ്ടതായിരുന്നു. അവനെ തീർത്തേ. അറേഞ്ച്മെന്റ് പ്രോപ്പർ അല്ല. നിന്റെ ബുക്ക് കാണുന്നില്ല സ്ക്രീനിൽ. ഓക്കെ, എല്ലാവരും സ്ക്രീനിൽ ബുക്ക് കാണണം. നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് എല്ലാം മാറ്റി വെക്കുക. എക്സാം ബുക്ക് മാത്രം എടുത്തു വെച്ചാൽ മതി കേട്ടോ. ദുർഗ എത്തിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ദുർഗ. ഓക്കെ ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. നല്ല ഒരു ക്വസ്റ്റ്യനെയറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. 4 എഴുതിയാൽ മതി. 4 മാർക്കാണ്. സെക്കൻഡ് വൺ: ഡാറ്റ കളക്റ്റഡ് ഫ്രം എ ന്യൂസ് പേപ്പർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സോഴ്സസ് ഓഫ് ഡാറ്റ. ന്യൂസ് പേപ്പറിൽ നിന്ന് നമ്മൾ ഡാറ്റ ശേഖരിക്കുകയാണെങ്കിൽ അത് ഏത് സോഴ്സസ് ഓഫ് ഡാറ്റയാണ് കേട്ടോ. അതാണ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ: പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ നമ്മൾ മുൻകൂട്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? 1 മാർക്ക്. എക്സ്പാൻഡ് NSSO. NSSOന്റെ ഫുൾ ഫോം എഴുതുക. 1 മാർക്ക്. ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ഏതെങ്കിലും 4 എഴുതുക. 4 മാർക്ക്. ലാസ്റ്റ് വൺ: ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സാമ്പിൾ സർവേ ആൻഡ് സെൻസസ് സർവേ. എന്താണ് സാമ്പിൾ, എന്താണ് സെൻസസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. 4 മാർക്ക്. ഓക്കെ ആണോ മക്കളെ? ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച എല്ലാവരും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കണേ. ഓക്കെ മക്കളെ, എല്ലാവരും തിരിച്ചു വരിക. വേഗം വീഡിയോ ഓൺ ആക്കാം കേട്ടോ. വേഗമാവട്ടെ. നമുക്ക് ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ചെക്കിംഗ് ടൈമിൽ എല്ലാവരുടെയും വീഡിയോ ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ 0 മാർക്ക് ആയിരിക്കും. എത്രയും പെട്ടെന്ന് വേഗം എല്ലാവരും വീഡിയോ ഓൺ ആക്കി. വേഗമാവട്ടെ. എല്ലാവരും വീഡിയോ ഓൺ ആക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്: ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ് ഉണ്ടെങ്കിൽ 4 മാർക്ക് കൊടുക്കാം. ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്. ക്വസ്റ്റ്യനെയർ ഒരിക്കലും ലോങ് ആകാൻ പാടില്ല. ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ക്വസ്റ്റ്യൻ്റെ ഓർഡർ ജനറലിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ക്വസ്റ്റ്യൻസ് വളരെ ചുരുക്ക രൂപത്തിലുള്ളതും വളരെ വ്യക്തവുമായിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ആംബിഗസ്. ആംബിഗസിലുള്ള ക്വസ്റ്റ്യൻസ് ആകാൻ പാടില്ല. ഡബിൾ നെഗറ്റീവ്സിലുള്ള ക്വസ്റ്റ്യൻ ആകാൻ പാടില്ല. ഒരിക്കലും ആൻസറിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആകാൻ പാടില്ല. അതുപോലെ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ഓൾട്ടർനേറ്റീവ് ടു ദ ആൻസർ. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആകാൻ പാടില്ല. ഇതിലേതെങ്കിലും 4 പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് 4 മാർക്ക് കൊടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെക്കൻഡറി ഡാറ്റയാണ്. തേർഡ് വൺ: പൈലറ്റ് സർവേ. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യനും 1 മാർക്ക്. നാലാമത്തെ NSSOന്റെ ഫുൾ ഫോം നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. കറക്റ്റ് ആണെങ്കിൽ അതിനും 1 മാർക്ക് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, തേർഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, ഫോർത്ത് ക്വസ്റ്റ്യൻ 1 മാർക്ക്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എൻ ഇന്നൈറ്റബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്കണോമിസ്റ്റ്. എക്കണോമിസ്റ്റിന്റെ കയ്യിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലം. പല സാമ്പത്തിക പ്രോബ്ലംസ് മനസ്സിലാക്കാൻ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റാസ് ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്സ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമുക്ക് സിമ്പിൾ ആക്കാനായിട്ട് പറ്റും. വോളിയംനെസ് ഡാറ്റാസ് ആർ റെഡ്യൂസ്ഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്സ്. വോളിയംനെസ്, വലിപ്പമേറിയ ഡാറ്റയെ നമുക്ക് ചെറുതാക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ സാധിക്കും. വോളിയംനെസ് ഡാറ്റാസ് ആർ റെഡ്യൂസ്ഡ് ത്രൂ എന്നാണ് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ ട്രെൻഡ് ആൻഡ് ടെൻഡൻസി. ട്രെൻഡും ടെൻഡൻസീസും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഗവൺമെന്റിന് പ്ലാൻസ് ആൻഡ് പോളിസീസ് മേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ദ ഗവൺമെന്റ് ഫോർ മേക്കിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും, കയറ്റുമതിയും ഇറക്കുമതിയും താരതമ്യം ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു. ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ് ഉണ്ടെങ്കിൽ 4 മാർക്ക് കൊടുക്കാം കേട്ടോ. ഓരോ പോയിന്റ് ഓരോ മാർക്കാണ്. 4 പോയിന്റ് ഉണ്ടെങ്കിൽ 4 മാർക്ക്. ആറാമത്തത് സാമ്പിളും അതുപോലെ സെൻസസും ആയിരുന്നു. അപ്പോൾ ആദ്യം സെൻസസ് ആണ് പറയുന്നത്. എ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓൾ ദ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിലെ എല്ലാ ഐറ്റത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് സെൻസസ് സർവേ.
പക്ഷെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? എ സാമ്പിൾ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ മാത്രം എടുത്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുക കേട്ടോ. അപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ച് പഠിക്കുക, സാമ്പിൾ ഒരു ഗ്രൂപ്പ് ഓർ സെക്ഷൻ മാത്രം എടുത്ത് സ്റ്റഡി ചെയ്യുക. അപ്പോൾ സാമ്പിൾ എഴുതാൻ ഒരു 2 മാർക്ക്, സെൻസസ് എഴുതാൻ 2 മാർക്ക്, അതിന് 4 മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, മാർക്ക് ടോട്ടൽ ചെയ്യുക. 15ലാണ്. 15 ടോട്ടൽ മാർക്ക് എടുത്ത് എഴുതാം കേട്ടോ. വേഗം പേപ്പർ സെൻഡ് ചെയ്യുക. 1 മിനിറ്റ്.